ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബറൂസ് എന്ന് പറഞ്ഞിരിക്കുന്ന സിനിമ പുറത്തിറങ്ങി. കാരണം ഞാൻ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ബറൂസിനെ കുറിച്ചുള്ള ഒരുപാട് അഭിപ്രായങ്ങളും ബറൂസ് കണ്ടിട്ട് ആളുകൾ ഇറങ്ങുന്നു, അങ്ങനെയൊക്കെ ഓരോ ഷോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ഞാൻ ഇതിൽ കാണാറുണ്ട്. അതിനകത്ത് ലാലേട്ടൻ്റെ അഭിപ്രായം പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ എന്ത് ചെയ്തു, കണ്ടു. അപ്പം ഈ ഒരു ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു ഫിലിം ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലിമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, കണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ ഫിലിം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് നാൾ കാത്തിരിക്കുന്ന ഒരു ഫിലിമാണ് ബറൂസ്. അപ്പോൾ ഈ ബറൂസ് തുടങ്ങിയ സമയം തൊട്ട് കണ്ണൻ അവിടെ ജോയിൻ ചെയ്യാൻ പോയി. കണ്ണൻ്റെ കൂടെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തെന്ന് പറയുന്നത് ലാലേട്ടൻ അവിടെ ഞാൻ പുറത്ത് എനിക്ക് അവിടെ ചെയറിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നു കുറേ സമയം. കണ്ണൻ അവിടെ എല്ലാം ലൊക്കേഷനെല്ലാം പോയി കണ്ട് കുറേ സമയം കഴിഞ്ഞാണ് വന്നത്. അതുവരെ ഞാൻ അവിടെ ഇരുന്നു. അപ്പം ആ സമയത്ത് ലാലേട്ടൻ ഞാൻ ഇരുന്ന ആ കെട്ടിടത്തിൻ്റെ റൂമിൽ ഞാൻ വെളിയിലിരിക്കുന്നതിന് ആ റൂമിനകത്ത് ലാലേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ കാണാനൊന്നും എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടില്ല. അപ്പോൾ നവോദയ സ്റ്റുഡിയോയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ബറൂസ് എന്ന് പറയുന്ന ഫിലിം അതിൻ്റെ ലൊക്കേഷനും ഷൂട്ടിങ്ങൊക്കെ നടന്നത് നവോദയ സ്റ്റുഡിയോയിലാണ്. അധികം അതിൻ്റെ ഷൂട്ടിങ് നടന്നത് നവോദയ സ്റ്റുഡിയോയിലാണ്. അപ്പം നവോദയ സ്റ്റുഡിയോയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് പോകണം നവോദയ സ്റ്റുഡിയോ. കാക്കനാടൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ പോകാൻ. ആ സമയത്ത് കണ്ണൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊറോണയുടെ സമയമാണ്. വളരെ അതിരാവിലെ എന്ന് വെച്ചാൽ ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്ത് ചെയ്യും, പോകും. രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്കറിയാം. പോകുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് എന്ത് ചെയ്യും, വാതിലൊക്കെ അടച്ച് കിടക്കണം എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന കണ്ണൻ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രാത്രി 8 മണി 9 മണി, ചില സമയത്ത് 12 മണി, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും കണ്ണൻ എന്ത് ചെയ്യുന്നത്, വരുന്നത്. പിന്നെ എപ്പോഴെങ്കിലും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സമയം ഞങ്ങൾക്ക് ലീവ് എടുക്കാനൊക്കെ പറ്റുന്നു. കാരണം രാവിലെ എണീറ്റ് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഉറക്കം വളരെ എന്ത് ചെയ്യും, ഉറക്കം കുറവായിരിക്കും. കാരണം ആ ഏറ്റവും വെളുപ്പിന് തന്നെ എന്ത് ചെയ്യണം, കണ്ണന് ലൊക്കേഷനിൽ എത്തണം. കണ്ണൻ ചെല്ലുന്ന സമയത്താണ് അവിടെ എല്ലാം എന്ന് വെച്ചാൽ കൊറോണയുടെ ടൈമിങ് ആകുമ്പോൾ അവിടെ എല്ലാം ഓൾറൗണ്ട് എല്ലായിടത്തിലും ആർട്ട് വർക്കിലും അങ്ങനെ എല്ലാത്തിനും കണ്ണൻ എന്ത് ചെയ്യണമായിരുന്നു, ശ്രദ്ധിക്കണമായിരുന്നു. അപ്പം രാവിലെ പോകും കണ്ണൻ. പിന്നെ അപ്പച്ചൻ സാറ്, അങ്ങനെ ഉള്ള എല്ലാവരെയും മിക്കപ്പെട്ടവരെയും എനിക്ക് എന്ത് ചെയ്യാം, അറിയാം. അപ്പച്ചൻ സാറ്, ലാലേട്ടൻ, സന്തോഷ് ശിവൻ സാറ്, പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്. കാരണം പറഞ്ഞ് എനിക്കറിയാം എല്ലാവരെയും. അപ്പോൾ ഒരു വർഷത്തോളം 2 വർഷത്തോളം എങ്ങാണ്ട് ഉണ്ടായിരുന്നു തോന്നുന്നു എൻ്റെ ഷൂട്ടിങ്. ഘട്ടം ഘട്ടമായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനം എന്ത് ചെയ്യുന്നുണ്ട്, ലാലേട്ടനുണ്ട് ഒരുപാട്. കാരണം ആളുടെ കാല് വേദനയായിട്ട് വന്നിരിക്കുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നു, സ്ട്രെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് ബറൂസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ വിദേശ കുട്ടിയാണ്. കുട്ടികളുടേതായ ഫിലിമാണ്. പിന്നെ ഇനി ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ 1-2 ഷോട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ണനും അഭിനയിച്ചിട്ടുണ്ട്. 1-2 എണ്ണത്തിൽ കണ്ണനും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ബറൂസ് പോയി എന്ത് ചെയ്യണം, കാണണം. ബറൂസ് എന്ന ചിത്രം പോയി കാണുമ്പോൾ നിങ്ങൾക്കതെല്ലാം എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പണ്ട് മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് 3D ഉപയോഗിച്ചിട്ടായിരുന്നു ഈ കുട്ടിച്ചാത്തൻ സിനിമ കാണുന്നത്. അതേപോലെ തന്നെ 3Dയിലാണ് എന്ത് ചെയ്യുന്നത്, 3Dയിൽ ഇറങ്ങിയ 2ാമത്തെ പടമാണ് ബറൂസ്. അപ്പോൾ 3D വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പടം കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെങ്കിലും അത് ഞാൻ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ഇപ്പം നമുക്ക് നടക്കാത്ത
നടക്കാൻ പറ്റത്തില്ല. ഇപ്പം നമുക്കത് കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അതാണ് വേറൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും എറണാകുളത്ത് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നവോദയ സ്റ്റുഡിയോ, അങ്ങനെ ഒന്ന് രണ്ട്, പിന്നെ പിന്നെ വെളിയിലെവിടെയോ എവിടെയാണ് ഗോവയിലോ എവിടെ വെളിയിലെങ്ങാണ്ട് ഒരു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. മിക്കവാറും ഉള്ള ഷൂട്ടിംഗ് എല്ലാം നടന്നിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാ ഷൂട്ടിങ്ങും നടന്നിരിക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. അധികവും നവോദയ സ്റ്റുഡിയോയിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നതും എല്ലാം നവോദയ സ്റ്റുഡിയോയിലാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ലാലേട്ടൻ്റെ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ, നമുക്കിപ്പം കണ്ണൻ അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. അതിനകത്ത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഷോട്ട് എന്ന് പറയുമ്പോൾ 1, 2, 3 പ്രാവശ്യമൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഷോട്ട് എന്ത് ചെയ്യുന്നത്, അവരത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചിലപ്പോൾ അഭിനയിക്കുന്ന ആളുകൾ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പ്രയത്നങ്ങളുണ്ട് ലാലേട്ടനെ കുറിച്ച്. അപ്പം എനിക്ക് സിനിമ ഷൂട്ടിങ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എനിക്കതിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ട്. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിൽ 4 മണിക്ക് എന്തെല്ലാം ചായക്ക് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു പങ്ക് കഴിച്ചിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം വരുമ്പോൾ പഴംപൊരി, സുഗിൻ, അങ്ങനെ ഓരോ സാധനങ്ങൾ, ബിസ്ക്കറ്റ്, അങ്ങനെ ഉള്ള ഓരോ ഐറ്റംസ് എന്ത് ചെയ്യാറുണ്ട്, പിന്നെ കണ്ണൻ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ മൂവ്, അതായത് മൂവ്, പാരസെറ്റമോള്, അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനും കൂടെ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കുണ്ട്. എനിക്ക് കണ്ണെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം. കണ്ണൻ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻ ചിലപ്പം വരുന്നവരെ എന്ത് ചെയ്യും, ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. കാരണം 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം വരുമ്പം എന്ത് ചെയ്യും, കണ്ണൻ ഫുഡ് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്കതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ അതിലുപരി കണ്ണൻ അതിൽ 1-2 ഷോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ബറോസ്, അപ്പം ജനഹൃദയങ്ങളുടെ, അല്ലെങ്കിൽ അത് ഡിസംബറിലാണ് അത് പുറത്തിറങ്ങുന്നതെന്ന് പോലും എനിക്കറിയാമായിരുന്നു. ഈ ഡിസംബർ മാസം അത് പുറത്തിറങ്ങി. ലാലേട്ടൻ അതിനകത്ത് പറയുന്നുണ്ട്, ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മലയാളിക പ്രേക്ഷകർക്ക് കുടുംബമായിട്ടിരുന്ന് കാണാൻ ഫാമിലിക്ക് പറ്റിയ ഒരു ഫിലിമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന്, കുട്ടികൾക്ക് അടക്കം ഉൾപ്പെടെ ഇരുന്ന് ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫിലിമാണെന്ന് ലാലേട്ടൻ അതിൽ പറയുന്നുണ്ട്. അപ്പം സിനിമ കണ്ട് ഇറങ്ങുന്നവർ പല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. പക്ഷേ പല അഭിപ്രായങ്ങളും നമുക്ക് ഒരു അഭിപ്രായം ഒരു വായിൽ പറഞ്ഞ് തീർക്കാം. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. ഒരുപാട് അധ്വാനങ്ങൾ എല്ലാവരും അതിൽ വർക്ക് ചെയ്തിരിക്കുന്ന വർക്കേഴ്സാണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഒരുപാട് അധ്വാനം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പിന്നിൽ ചെയ്തിട്ടുണ്ട്. കണ്ണനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് കാര്യങ്ങൾ എന്ത് പറയാനുണ്ട്. അപ്പം ഞങ്ങൾ വരും ദിവസങ്ങളിൽ വേറെ ഒരു കണ്ണൻ്റെ ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും, ഞാൻ വരും. അപ്പം എല്ലാവരും പോയി ബറോസ് എന്ത് ചെയ്യുക, പോയി കാണുക. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അപ്പം ഒരുപാട് കാത്തിരുന്ന, ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അത് കാത്തിരുന്നതാണ് ബറോസ് എന്ന ഫിലിം. അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ അനുഭവങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തന്നു. അപ്പം എനിക്ക് ഒത്തിരി അതിനകത്തുള്ള കഥകളും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കണ്ണം പറഞ്ഞ് എനിക്കറിയാം. കൂടുതലും എനിക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാം. ഞാൻ അതിൻ്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. നവോദയ സ്റ്റുഡിയോ എന്ന് പറയുന്നത് വലിയ അപ്പച്ചൻ സാറ് എന്ന് പറയുന്ന ഒരാളുടെയാണ് അത് മുഴുവനും. ആ ഒരു പ്രദേശം മൊത്തം അങ്ങനെ ഒക്കെയുള്ള പല കാര്യങ്ങളാണ് ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ എല്ലാം കാണുക, മനസ്സിലാക്കുക. ഞാൻ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ നിങ്ങളോട് പറയാറുണ്ട്, ഓരോരോ കാര്യങ്ങൾ എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോടുമായിട്ട് ഇത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അതിലെ ഓരോ പഴംപൊരിയും അതിൽ ഓരോ സുഗിനും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പിന്നെ സെറ്റിട്ട സമയത്തുള്ള പല കാര്യങ്ങൾ, മിഠായി ഉൾപ്പെടെ
എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനും അതിൽ പങ്കുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു സിനിമ എന്നൊക്കെ പറഞ്ഞ ലൊക്കേഷൻ എന്നൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിങ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഒരുപാട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പറഞ്ഞ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ബറോസ് സിനിമ കാണുക, എല്ലാവരും കമൻ്റായിട്ട് എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക.